ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഈസ്റ്റർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഈസ്റ്റർ ബണ്ണി. എങ്ങനെയുണ്ട്? ഞാൻ ഈസ്റ്ററിന് കുർബാനയ്ക്ക് പോട്ടെ, ലേറ്റ് ആയി ഓൾറെഡി. സുമേച്ചി പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ. ഞങ്ങളെല്ലാം കാറിലിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു അനി ചേച്ചി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ സെയിം ബാച്ചിലെ ചേച്ചിയാണേ. ഞങ്ങളുടെ സീനിയർ ചേച്ചിയാണ്, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് അയർലൻഡിൽ. ചേച്ചി വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ പള്ളി പോകാൻ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. ഇത് സുമ ചേച്ചിയുടെ മക്കളാണ് ബാക്കിയുള്ളവർ കാറിലിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാടും മേടും താണ്ടി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഒന്നുമില്ല, കാടും മേടൊന്നുമില്ല, നല്ല മനോഹരമായ വഴിയായിരുന്നു. എന്നാ കിടിയ സ്ഥലങ്ങളല്ലേ എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല. ആക്ച്വലി എനിക്കിനി ഒന്നുമില്ല, നിങ്ങൾ കണ്ടാൽ മാത്രം മതി. ആക്ച്വലി ഇവിടെയൊക്കെ വരെ ഇങ്ങനെയൊക്കെ കാണുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യമായിട്ടാട്ടോ തോന്നുന്നത്. ഇപ്പോൾ എല്ലാത്തിനും ദൈവത്തിന് നന്ദി. എനിക്ക് വേറൊന്നും പറയാനില്ല. ആക്ച്വലി ഇതെല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ചർച്ച് ഏകദേശം എത്തിയിട്ടോ. നമ്മൾ ചർച്ചിൻ്റെ അകത്തേക്ക് കയറാണ്. ഇതൊരു ഔട്ട്സ്കേർട്സ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചർച്ചാണ് കേട്ടോ. ഇതൊരു ഗ്രേവ് യാർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചർച്ച് അതിൻ്റെ സെൻറ്ററിലാണ്. ഒരു ചെറിയൊരു പള്ളിയാണ്, ലൈക്ക് എ ചാപ്പൽ. ഭയങ്കര വിൻഡി ഡേ ആയിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ആ സൗണ്ട് കേൾക്കാം. ഒത്തിരി കാറ്റടിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. സുമേഷിനെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാം കേട്ടോ. അവിടെ ആക്ച്വലി കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ പള്ളി അലങ്കരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ചേച്ചിമാരെല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം. ഞാനും ചെറുതായിട്ടൊന്ന് സഹായിക്കാനൊക്കെ കൂടിയിട്ടോ. ബാക്കിൽ ഉയർപ്പിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിമാരുടെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ കൂടി കേട്ടോ. അത് വിരിപ്പൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര ആക്റ്റീവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 to 20 മിനിറ്റ്സിലെല്ലാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ടീം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അഡാപ്റ്റേഷൻ ടീമാണ്. ജിസ്മി ചേച്ചി, റാണി ചേച്ചി, മെറീൻ എല്ലാവരും ഉണ്ട് കേട്ടോ. ഡ്രാഗിൻ എല്ലാവരും ഉണ്ട്. ഈ വരുന്ന ഇവിടെ ആൾക്കാരിൽ നിൽക്കുന്ന കുട്ടികളാണ്. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആട്ടോ. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും. കുർബാന തുടങ്ങി. നല്ലൊരു കുർബാനയായിരുന്നു കേട്ടോ. ജസ്റ്റ് തുടക്കമാണ്. ഞാൻ കുർബാനയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതായിരുന്നു ഉയർപ്പ് കേട്ടോ. എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, എന്നാലും ആ വെളിച്ചം കാണുന്ന സ്ഥലത്തായിരുന്നു ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണിക്കുന്നത് കേട്ടോ. കുർബാന സ്വീകരണത്തിന് കുട്ടികളാണ് പാട്ട് പാടിയത്. വളരെ നല്ല പാട്ടായിരുന്നു. നന്നായിട്ട് അവർ ചെയ്തു.
അങ്ങനെ കുർബാന കഴിഞ്ഞു. അച്ഛന് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൈമാറി. സിബിച്ചേട്ടനും പ്രിൻസേട്ടനുമാണ് ഗിഫ്റ്റ് അച്ഛന് കൊടുത്തത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൾക്കാരിൽ നിന്ന് കുട്ടികൾക്കും ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം പള്ളിയുടെ പുറത്ത് വെച്ച് സ്നേഹവിരുന്നുണ്ടായിരുന്നു, കട്ടൻ കാപ്പി, പിന്നെ കുറച്ച് സ്നാക്സ്, കേക്ക്സ്, അതൊക്കെയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവിടെ ഞങ്ങളുടെ ഈസ്റ്റർ സെലിബ്രേഷൻ. നിങ്ങളും ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്തും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.